എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വഴിവെട്ടിയത് മമ്മൂക്ക. ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കയുടെ പാതയിലാണ്. ഇതാണ് ഞങ്ങൾ ആഗ്രഹിച്ചതെന്ന് ആരാധകർ പറയുന്നു. വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും നിറഞ്ഞ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം അറിയുന്ന കാര്യമാണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ ലാലേട്ടന് പറയത്തക്ക വിജയങ്ങളോ പെർഫോമൻസ് സാധ്യതയുള്ള കഥാപാത്രങ്ങളോ സിനിമകളോ ഉണ്ടായിരുന്നില്ല. ദൃശ്യം 2 മികച്ച സിനിമ ആയിരുന്നുവെങ്കിലും സിനിമ OTTയിൽ റിലീസ് ചെയ്തതിനാൽ മികച്ച ഒരു തിയേറ്റർ വിജയമാണ് ലാലേട്ടന് അന്ന് നഷ്ടമായത്. പിന്നീട് പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിലെത്തിയ ബ്രോ ഡാഡി എന്ന ചിത്രം തിയേറ്ററുകളിൽ വിജയിക്കേണ്ട, അസാധാരണമായ ഒരു വിജയം നേടേണ്ട ചിത്രമായിരുന്നു. ആ ചിത്രവും OTTയിലാണ് റിലീസായത്. അതുകൊണ്ട് തന്നെ ആ സമയത്തും തിയേറ്റർ വിജയം ലാലേട്ടന് അകന്നു നിന്നു. ഒടുവിൽ ആരാധകരുടെ കാത്തിരിപ്പിന് 2025 വരെ നീണ്ടു. ലാലേട്ടൻ തന്റെ തിരിച്ചുവരവ് അത് ഗംഭീരമാക്കിയിരിക്കുകയാണ്. 2025 പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ മലയാളം കണ്ട ഏറ്റവും അധികം തിയേറ്റർ കളക്ഷൻ നേടുന്ന, വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏറ്റവും ഉയർന്ന തിയേറ്റർ കളക്ഷൻ നേടുന്ന ചിത്രമായി മാറി. അതിനുശേഷം പുറത്തിറങ്ങിയ തരുൺമൂർത്തി ചിത്രമായ തുടരും ലാലേട്ടൻ എന്ന താരത്തിന്റെ പെർഫോമൻസ് കൊണ്ടും ലാലേട്ടന്റെ ബോക്സ് ഓഫീസ് പവർ പ്രേക്ഷകരുടെ മുമ്പിൽ ഒന്നുകൂടി കാണിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സത്യനന്ദിക്കാട് ചിത്രമായ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാണ് ഇപ്പോൾ ലാലേട്ടൻ. കഴിഞ്ഞ വർഷം വരെ ആരാധകർ ലാലേട്ടനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് പുതിയ സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കൂ എന്നത്. ഇതിനു മുമ്പ് തന്നെ നിരവധി പുതിയ സംവിധായകർ തൻ്റെ അടുത്ത് കഥ പറയാൻ വരുന്നുണ്ടെന്ന് ലാലേട്ടൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ലാലേട്ടൻ തന്റെ സൗഹൃദ വലയത്തിൽ നിന്നും എപ്പോഴും സിനിമ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ പരാജയപ്പെടാനുള്ള പ്രധാന കാരണമായി അതൊരു ഘടകമായി പ്രധാനമായും ആരാധകർ ഉന്നയിക്കുന്ന കാര്യമായിരുന്നു ഇതുവരെ. ഈ കാര്യത്തിൽ ലാലേട്ടൻ മമ്മൂക്കയെ കണ്ടു പഠിക്കാൻ വരെ അദ്ദേഹത്തിന്റെ ആരാധകർ ഉപദേശിക്കാറുണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് രൂപത്തിൽ ലാലേട്ടന്റെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സിൽ നമ്മൾ നിരവധി തവണ ആ ഒരു കമന്റുകൾ കാണാറുണ്ടായിരുന്നു. മമ്മൂക്ക എപ്പോഴും പുതിയ സംവിധായകരെ ചൂസ് ചെയ്യുന്ന ആളാണ്. കഥ പറയാൻ വരുന്നവരെ സംവിധായകർ ആക്കി പരിചയമുള്ള ആൾ കൂടിയാണ് മമ്മൂട്ടി. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും അധികം പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് കൊടുത്ത താരം കൂടിയാണ് അദ്ദേഹം. എന്നാൽ ഈ കാര്യത്തിൽ ലാലേട്ടൻ അല്പം പുറകിലാണ്. മമ്മൂക്ക പുതുമുഖ സംവിധായകർക്ക് കൂടുതലും ഡേറ്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പുതിയ പുതിയ കണ്ടന്റുകൾ മലയാളത്തിലേക്ക് എത്തുകയാണ്. മമ്മൂക്കൊപ്പം ഭൂരിഭാഗവും പുതിയ സംവിധായകർ എത്തിയപ്പോഴെല്ലാം സിനിമകൾ ഭൂരിഭാഗവും വിജയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചില സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, കാരണം സിനിമയാണിത്. മമ്മൂക്കയുടെ 2025 പുറത്തിറങ്ങിയ 2 ചിത്രങ്ങൾ തിയേറ്ററുകളിൽ പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. എന്നാൽ മലയാള സിനിമാ പ്രേമികളും മമ്മൂക്ക ആരാധകരും കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രമായ കളങ്കാവലിന് വേണ്ടി. അതും ഒരു പുതുമുഖ സംവിധായകനാണ് സംവിധാനം ചെയ്യുന്നത്. സിനിമകൾ പരാജയപ്പെട്ടാലും പ്രേക്ഷകർ മമ്മൂട്ടി ചിത്രങ്ങൾക്ക് കാത്തിരിക്കാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. ഇത് മമ്മൂട്ടിയാണ് എന്നും പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച നടൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കളങ്കാവലിന് വേണ്ടി അവർ കാത്തിരിക്കും. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് മമ്മൂക്ക ചിത്രങ്ങൾക്കും ലാലേട്ടൻ ചിത്രങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നു എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി കാണാം.